കോട്ടയം അയ്മനം പഞ്ചായത്തിൽ മന്ത്രി വി.എൻ. വാസവൻ മുഖം തിരിച്ച പദ്ധതി ജനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി ബി.ജെ.പി. നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ പ്രാപ്പുഴ പാലം ബി.ജെ.പിക്ക് പഞ്ചായത്ത് ഭരണം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ യാഥാർത്ഥ്യമാവുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലിലൂടെ രാജ്യസഭാ എം.പി. പി.ടി. ഉഷയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പാലം നിർമ്മാണത്തിനുള്ള തുക അനുവദിച്ചു. പതിറ്റാണ്ടുകളോളം ദുരിതം നേരിട്ട നാട്ടുകാർ പാലം യാഥാർത്ഥ്യമാക്കിയതിൽ ബി.ജെ.പിക്ക് നന്ദി പറയുകയാണ്. വർഷങ്ങളോളം CPM ഭരണം കൈയാളിയ അയ്മനം പഞ്ചായത്തിലെ ദുരിത പാലമാണിത്. അപകട ഭീഷണി ഒരു വശത്ത്, സഞ്ചാര ദുരിതം മറുവശത്ത്. ഈ പാലം കടന്നു വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ, രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ, അപ്പുറമുള്ള ആരാധനാലയങ്ങളിലേക്ക് പോകാൻ. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ വികസന മുരടിപ്പിന്റെ ആ ഇരുണ്ട കാലം അയ്മനത്തും അവസാനിച്ചു. CPM കോട്ട തകർത്ത് BJP അധികാരം നേടി. ദുരിത പാലത്തിനും അവസാനം. BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പാലം ഉടൻ വരും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലിലൂടെ രാജ്യസഭാ എം.പി. പി.ടി. ഉഷയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പാലം നിർമ്മാണത്തിനുള്ള പണം അനുവദിച്ചു. 54 ലക്ഷം രൂപയാണ് നിർമ്മാണ എസ്റ്റിമേറ്റ് തുക. ഇത്തവണ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് നാട്ടുകാരുടെ എല്ലാ ആവശ്യം പറഞ്ഞപ്പം നമ്മൾ മന്ത്രി ഷോൺ ജോർജ് സാറിനെ കണ്ട് സാറ് വന്ന് ഇവിടെ വന്ന് എല്ലാവർക്കും വാക്ക് കൊടുത്തിരുന്നു. നമുക്ക് ഭരണം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ മുന്നോടിയായി നമുക്ക് ഭരണം കിട്ടി. അത് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ നടപടികൾക്കായിട്ട് ജില്ലാ പ്രസിഡന്റ് ലിജിൻജി ആയിട്ടും ഒക്കെ ആലോചിച്ച് അതിൻ്റെ നടപടികൾ ചെയ്തു തുടങ്ങിയിരുന്നു. വികസിത കേരളം BJPയുടെ ഈ മുദ്രാവാക്യം ഇവിടെ പ്രാവർത്തികമാക്കുകയാണെന്ന് BJP അയ്മനം പഞ്ചായത്ത് നേതൃത്വത്തിന്റെ വാക്കുകൾ. വികസിത ഭാരതം എന്താണ് എന്നുള്ളൊരു ആശയം അത് പെട്ടെന്ന് തന്നെ അദ്ദേഹം നടപ്പിലാക്കി തന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവിഷ്കരിച്ചിരിക്കുന്ന വികസിത ഭാരതത്തിന്റെ ചുവടുവയ്പ് നമ്മുടെ പഞ്ചായത്തിലേക്ക്, നമ്മുടെ വാർഡിലേക്ക് ഈ പാലത്തിൽ കൂടി തുടക്കം കുറിക്കുകയാണ്. പാലം യാഥാർത്ഥ്യമാക്കിയതിന് BJPക്ക് നന്ദി പറഞ്ഞ് നാട്ടുകാർ. പാലം നിർമ്മിച്ചു തരുന്ന BJP പ്രവർത്തകർക്കും അതിന്റെ സംഘാടകർക്കും നന്ദി പറയുന്നു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കടക്കം എളുപ്പത്തിൽ സഞ്ചാരം സാധ്യമാകും. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണ്. ഇവിടുന്ന് വളരെ എളുപ്പം നമുക്ക് മെഡിക്കൽ കോളേജിൽ എത്താൻ സാധിക്കും. മന്ത്രി വി.എൻ. വാസവൻ ഉൾപ്പെടെ പാലം നിർമ്മാണത്തിനായി അപേക്ഷകൾ നിരന്തരം നൽകിയതാണെന്നും പക്ഷേ ഒന്നും നടന്നില്ലെന്നും നാട്ടുകാരുടെ വാക്കുകൾ. എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പിന്നെ ഞങ്ങൾ വാസവൻ പൂന്തറക്കാവിൽ അമ്പലത്തിൽ വന്നപ്പം അവിടെ കൊടുത്തു. അന്ന് വാസവൻ പറഞ്ഞ് ഞാൻ 4 ലക്ഷം രൂപ നിങ്ങൾ വന്നേര് പെട്ടെന്ന് ഞങ്ങൾ പാലം താൽക്കാലിക പാലം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇവർ മൂന്നാലാണ് നിങ്ങളോട് പറഞ്ഞു വിട്ട് പിന്നെ അതേപ്പറ്റി ഒരനക്കമില്ല. അത് കഴിഞ്ഞ് 2 വർഷം കൂടെ വെള്ളം കയറി ഇറങ്ങി. ഇനി ഇവിടെ ഒരു പുതിയ പാലം വരും. വികസനത്തിന്റെ പാലം, വികസിത കേരളത്തിന്റെ ശുഭപ്രതീക്ഷയുടെ പാലം. ജനം, കോട്ടയം.